ഇരുളുമായും എൻ്റെ മനസ്സിൽ ദീപമായി തെളിഞ്ഞു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നമ്മളെ വിളിച്ചും തനിക്കായി നമ്മളെ തിരഞ്ഞെടുത്തും നമ്മളെ വേർതിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമം, ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്തിൻ്റെ ആ ഉറപ്പ്, വിശ്വസ്തത അറിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91-ാമത്തെ സങ്കീർത്തനം. സാധാരണ ഒരു യഹൂദ പാരമ്പര്യത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സങ്കീർത്തനം കഴിഞ്ഞ് വരുന്ന ഒരു സങ്കീർത്തനത്തിന് ശീർഷകമില്ലെങ്കിൽ അത് മുൻപെഴുതിയ വ്യക്തി തന്നെ ആയിരിക്കണം ആ സങ്കീർത്തനം എഴുതിയത് എന്നുള്ളതാണ് യഹൂദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇത് മോശയുടെ തന്നെ ഒരു പ്രാർത്ഥനയായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. യാത്രയുടെയൊക്കെ വിവരണങ്ങളൊക്കെ കാണുമ്പോൾ അത് ആ ജീവിത സാക്ഷ്യത്തോട് ചേർന്ന് അത് ഒരുമിച്ച് പോകുന്നു എന്നാണ് പലപ്പോഴും ചിന്തിക്കപ്പെടുന്നത്. എന്തുമാകട്ടെ, ക്രൈസ്തവ ജനതയ്ക്ക്, വിശ്വാസികൾക്ക് മാത്രമല്ല, ഞാൻ പലപ്പോഴും ഇതിൽ കമൻസിലൊക്കെ യൂട്യൂബിലൊക്കെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ വിജാതീയരായവരും വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികളോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ അല്ല, എന്നാൽ ഈ സങ്കീർത്തനം എപ്പോഴും കേൾക്കുമ്പോഴും ഇതെല്ലാം വലിയ ബലവും ധൈര്യവുമാണ് അവർക്ക് പ്രദാനം ചെയ്യുന്നതെന്ന്. എത്ര മനോഹരമായൊരു സാക്ഷ്യമാണത്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും, അത് ആശ്രയിക്കുന്നവർക്ക്, തന്നെ അംഗീകരിക്കുന്നവർക്ക്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലേ, അത് വളരെ മനോഹരമാണ്. ഈ 90-ാം സങ്കീർത്തനത്തും അത്യുന്നതമായ അത്യുദാത്തമായ ഒരു നല്ല ഒരു പ്രമേയമാണ് നമ്മൾ കാണുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, എത്ര ക്ഷണികമാണെന്ന് അവിടെ പറയുകയാണ്. ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൃദയം, ആ ഹൃദയം ദൈവത്തെ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കും, ദൈവത്തോട് അങ്ങനെ മിങ്കിളായിട്ടുള്ള, ദൈവത്തെ മെർജ് ചെയ്യുക എന്ന് പറയും അല്ലേ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൽ മെർജായി പോകുന്നത്. അത് ഈ പൂരകങ്ങളാണ് നമ്മൾ ചിന്തിച്ച പോലെ തന്നെ, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൽ ഈ ലയിച്ചു ചേരുന്നവരും, നാം ക്രിസ്തുവുമായി ഏകാത്മാവാകുന്നു, അവനോട് പറ്റിച്ചേരുന്നവൻ ഏകാത്മാവാകുന്നു എന്ന് പറയണം. അപ്പോൾ അത് വൈവാഹിക ജീവിതത്തോട് സദൃശ്യപ്പെടുത്തി തന്നെ പറയുന്നത്. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ദൈവത്തോട് ഏകമായി തീരുകയാണ്. പിന്നെ ദൈവികമായ ഭാവങ്ങളും ദൈവികമായ ചിന്തകളും ദൈവികമായ ആലോചനകളുമാണ് പിന്നെ നമ്മളെ വഴി നടത്തുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ ഹിതം എന്താണ് നമുക്ക് തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നു. നമ്മൾ തിരിച്ചറിയുക, ഇത് ദൈവത്തിന് ഇഷ്ടമാണ്, ഇത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് നമ്മുടെ അന്തരംഗം തന്നെ നമ്മളിൽ ആ ബോധത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും നന്മകൾ ചെയ്യുവാൻ നമ്മൾ ഉത്സുകരായിരിക്കുകയും ചെയ്യും. നന്മ ചെയ്യുന്നതിൽ നമ്മൾ തളർന്നു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാനായിട്ട് കഴിയും. ഏതായാലും ഈ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, മിക്ക ഓരോ വിശ്വാസിയും ചൊല്ലുന്നതും, സാധാരണ ചില പൗരസ്ത്യ സഭകളിലെല്ലാം ഇത് സന്ധ്യയ്ക്ക് ചൊല്ലുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. സംരക്ഷണത്തിൻ്റെ, സുരക്ഷിതത്തിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ. രാത്രിയെല്ലാം നമ്മൾ പലതും പ്രൊട്ടക്ഷനൊക്കെ ചെയ്യും അല്ലേ, ലൈറ്റൊക്കെ ഇട്ട് എല്ലാം. അതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീക ജീവിതത്തല്ല, മുഴുവനായും നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് അത് നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്നത് തന്നെ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇവിടെ അത്യുന്നതൻ്റെ മറവ്, ഈ പക്ഷികളൊക്കെ ഉയരത്തിൽ കൂട് വെക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഈ ഏറുമാടങ്ങൾ കെട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ, അതായത് വനങ്ങളിലേക്ക് വസിക്കുന്നവരൊക്കെ ഈ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണത്തിന് വേണ്ടി അവർ വലിയ വലിയ മരങ്ങളുടെ മുകളിൽ പാർപ്പിടം ഉണ്ടാക്കും. അവിടെ ഇരുന്നാൽ അവർ സുരക്ഷിതരാണ്. പിന്നെ അവർ ഈ ഈ കയറിൽ ഉണ്ടാക്കുന്ന ഏണികളുണ്ട്, മരത്തിലല്ല, മരം കൊണ്ട് തന്നെ ബാർ പോലെ വെച്ചിട്ട് കയറിൽ തന്നെ കെട്ടി ഉണ്ടാക്കുന്ന ഏണിയുണ്ട്.
അതിൽ കൂടെ അവർ കയറി പോയിട്ട് ആ ഏണി അവർ മടക്കി മുകളിൽ തന്നെ വെക്കുക, ഏറുമാടത്തിലൊക്കെ എന്ന് പറയും. അപ്പോൾ അതിൽ കൂടി അതിന് പിടിച്ചു കയറാൻ പറ്റുകയില്ല. താഴത്തുള്ള ശാഖകളെല്ലാം അവർ മുറിച്ച് കളയും. അങ്ങനെ അതീവ സുരക്ഷിതമായ സ്ഥാനത്ത് അവർ പാർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വന്യമൃഗങ്ങൾക്കൊന്നും താഴത്ത് വന്ന് ആക്രോശിക്കാനോ മുറിവുറുക്കാനോ മുള്ളുവാനോ മാത്രമേ പറ്റത്തുള്ളൂ, അവരെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ നമ്മുടെ നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്. അതുപോലെ തന്നെ ഈ മിന്നലൊക്കെ ഏൽക്കുന്നത് ഉയരങ്ങളിലല്ല, അത് താഴ്വാരത്താണെന്ന് പറയും. അത് താഴെയാണ്. ഒരു അന്തരീക്ഷത്തിലൊരു പരിധി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയാൽ പിന്നെ ഇടിമിന്നലൊന്നും ഇല്ല. അവിടെയെല്ലാം വളരെ ശാന്തമാണെന്നാണ് പറയുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ടാണ് ഈ മിന്നലും ഇതെല്ലാം സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അത്യുന്നതനായ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുമ്പോൾ, നിഴലുണ്ട്, വ്യക്തിയുണ്ടെങ്കിൽ നിഴലുണ്ട് അല്ലേ? അപ്പോൾ ദൈവ സാന്നിധ്യമാണ് അതിനെ കാണിക്കുന്നത്. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക എന്ന് പറയുന്നത്. എനിക്കൊരു സദൃശ്യമായിട്ട് പറയുന്നത്, ഒരു പകലെല്ലാം മരുഭൂമിയിൽ കൂടെ ചൂടേറ്റ് വാടി തളർന്നു വന്ന ഒരു മനുഷ്യന് മരുഭൂമിയിലെ മരുപ്പച്ചിയിൽ താമസിക്കുന്ന ഒരു സ്നേഹിതൻ്റെ കൂടാരം ലഭിക്കുന്നു, ഒരു വീട് ലഭിക്കുന്നു പാർക്കാനായിട്ട്. അത് എത്ര മനോഹരമായിരിക്കും എൻ്റെ ജീവിതത്തിൽ. ആ ശീതളമയും നല്ല മനോഹരമായൊരു അനുഭവം, അവന് സുരക്ഷിതവും. അത് മരുഭൂമിയിലുള്ള ഹിംസ്ര, അതായത് ഈ സർപ്പങ്ങൾ, അങ്ങനെയുള്ള തേളുകൾ, പാമ്പുകൾ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവൻ്റെ സുരക്ഷിതമായ സ്ഥാനത്തെത്തുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ. അത് എപ്പോഴും അങ്ങനെയായിരിക്കണം. ഒരു പേപ്പർ ബോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ പ്രാർത്ഥിച്ചാൽ പകലൊക്കെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചോളാം, രാത്രി ഞാൻ ഉറങ്ങുമല്ലോ, ഇപ്പം നീ എന്നെ സൂക്ഷിച്ചേക്കണേന്ന്. അത് ഒരു ബാലിശമായൊരു പ്രാർത്ഥനയായിരിക്കാം. പക്ഷേ അവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരു മാന്യവനിത, അവരുടെ സാക്ഷ്യത്തിൽ കൂടെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെന്നും അന്ന് കൈനീട്ടിക്കൊക്കെ ഇറങ്ങിയ കാലം, സ്ത്രീകൾക്ക് കൈനീട്ടിക്ക് ഓടിക്കുന്ന കാലം. അപ്പോൾ അവരെന്നും അവർ ഒരു വിജാതി മതത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അവർ എന്നും ഈ വാഹനം ഓടിക്കുന്നതിന് മുമ്പ്, അവർ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം ചൊല്ലി ബൈഹാർട്ടാക്കി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അവർ യാത്ര ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഒരു പ്രാവശ്യം ഇവർക്ക് ഒരു ജംഗ്ഷനിൽ വെച്ച് ഒരു അപകടം സംഭവിക്കുകയാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ചു ഇടിച്ചിട്ട് ഇവർ ഒരു ഓടയിൽ ചെന്ന് വീഴുകയാണ്. ഇവർ എഴുന്നേറ്റ് നോക്കുന്ന ഉടനെ ഇവർക്ക് ഒരു പോറൽ പോലും, വണ്ടിക്കും അധികം പറ്റിയില്ലെന്നാണ് തോന്നുന്നു അവിടെ പറയുന്നത്, ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അപ്പോഴാണ് ഇവർ ചിന്തിച്ചത്, ഒരു പ്രൊട്ടക്ഷൻ പോലെ അവിടെ സംഭവിച്ചത്, ആരോ വന്ന് തടയുന്നത് പോലെ. അപ്പോഴാണ് ഇവർ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ആ ചിന്തയിലേക്ക് പോയത്. അയ്യോ, ഞാൻ ഈ സങ്കീർത്തനം വായിച്ചതാണല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം തന്നെയാണ് എന്ന് അവരത് ഉറയ്ക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ ചെറിയ കീഴിൽ നമ്മൾ പാർക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ കോട്ടയും സങ്കേതവും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇതൊരു പേഴ്സണൽ, ഇത് എപ്പോഴും ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് പേഴ്സണലൈസ് ആയിരിക്കണം. അത് ചുമ്മാ കോമൺ ആയിട്ടൊരു വിശ്വാസമാണ്, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവം. ശരിയാ, നമ്മുടെയാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ, എൻ്റെ ദൈവം, എൻ്റെ കോട്ട, എൻ്റെ സങ്കേതം, അങ്ങനെ വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിക്കാത്തടത്തോളം നാൾ ക്രിസ്തീയ ജീവിതമാണെന്ന് പറയാനേ സാധിക്കുകയില്ല. അല്ല, ഓരോരുത്തർ പറയത്തില്ല, എൻ്റെ പ്ലേറ്റ്, എൻ്റെ മൊബൈല്, എൻ്റെ ബുക്ക്, എൻ്റെ പേന, അല്ലെ എൻ്റെ പാർപ്പിടം, എൻ്റെ വണ്ടി, ഇതെല്ലാം പറയും. അപ്പോൾ അങ്ങനെ എൻ്റെ ദൈവം എന്ന് പറയാൻ അവകാശമുള്ളവരാരാണ്? എൻ്റെ ദൈവം എന്ന് പറയാൻ അനുഭവമുള്ളവരാരാണ്? ആ ആസ്വാദ്യം അനുഭവിക്കുന്നവരാരാണ്? അതാണ് റിയൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നാമധേയ ക്രിസ്ത്യാനിത്വമല്ല. അങ്ങനെ വരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുവാനായിട്ട് സാധിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഒരിടത്ത് നമുക്ക് സുരക്ഷിതത്വം ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുകയും. ചരിത്രത്തിൽ ഇങ്ങനെ നടന്നായിട്ടൊരു കാര്യമുണ്ട്. അതായത് സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരു മാനിനെക്കുറിച്ച് ഒരു വ്യക്തി അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു സ്വതന്ത്രമായിട്ട് ആ മാനിങ്ങനെ സഞ്ചരിക്കുക. ചില ദേശങ്ങളൊക്കെ നമുക്ക് കാണാം, റോഡൊക്കെ കുറേയൊക്കെ എടുക്കുന്നൊക്കെ മാനുകളുടെ കൂട്ടമൊക്കെ. പട്ടണത്തിൽ പോലും മാനുകളൊക്കെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നത് കാണാം. എന്നാൽ ഈ മാൻ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് എവിടെയും പാർക്കാം. കാരണം അതിൻ്റെ കഴുത്തിലൊരു ലേബൽ തൂക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ലേബൽ എഴുതിയിരിക്കുക, എന്നെ തൊടരുത്, ഞാൻ സീസറിൻ്റെ വകയാണ്, സീസർ രാജാവിൻ്റെ വകയാണ് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഴയ നിമിത് കാണുന്നുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മണി കെട്ടുമെന്ന് പറയുന്നുണ്ട്. യഹോവയ്ക്ക് വിശുദ്ധം,
അല്ലെങ്കിൽ നമ്മുടെ മേലെഴുത്ത് എന്നൊക്കെ പറയും അല്ലെ, നമ്മുടെ മേലെഴുത്ത്, അന്യൻ എന്ന മേലെഴുത്ത് മാറ്റി ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്, ദൈവത്തിൻ്റേതാണെന്നുള്ള ലേബൽ നമ്മുടെ മേൽ പതിപ്പിക്കുന്ന ദൈവിക മുദ്ര, പരിശുദ്ധാത്മാവിൻ മുദ്ര, ഇതെല്ലാം അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന. ഇങ്ങനെയാണെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ വകയാണ് നമ്മൾ, അവൻ്റെ സ്വന്തമാണ് നമ്മളെന്ന് നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ ശത്രുവിന് നമ്മുടെ കയ്യിൽ ഒരു അവകാശവുമില്ല, ശത്രുവിന് നമ്മളെ ആക്രമിക്കാൻ കഴിയുകയില്ല. ആ സുരക്ഷിതത്വം, ദൈവത്തിൻ്റെ ആ നിഴലിൻ കീഴിൽ പാർക്കുന്ന അനുഭവം നമ്മൾ ചിന്തിക്കുക. മഴ പെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കെട്ടിടത്തിൻ്റെ മറവിൽ ഓടി ഒളിക്കാം. ഒരു കുടയുണ്ടെങ്കിലോ അത് എത്ര ഇതായിരിക്കും അല്ലേ? ആ പ്രദേശം മുഴുവനും മറയ്ക്കപ്പെടണമെന്നില്ല, നമുക്ക് ചുറ്റും ആ കുട നമ്മൾ വിടർത്തിയാൽ നമുക്ക് ആ മഴയിൽ നിന്ന് സംരക്ഷണം നേടാം എന്ന് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ്. ചുറ്റുപാടും പലതും സംഭവിക്കുമ്പോഴും നമ്മളത് ബാധിക്കാതെ വണ്ണം നമ്മളെ കാക്കുന്നതായ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലേ. ഇന്ന് പലർക്കും എല്ലാം ഇസെറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം. അതാണ് ഏറ്റവും ഹൈ ഇതെന്ന് പറയുന്നത്. VIP പ്രൊട്ടക്ഷൻസ്, പല പ്രൊട്ടക്ഷൻസ് ഗ്രൂപ്പ്സും ഉണ്ട്. അവരതിനു വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അവിടെ നോട്ടവും എല്ലാം ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ. എന്നാൽ ഈ പ്രൊട്ടക്ഷൻ സംരക്ഷിക്കപ്പെടേണ്ടവർ, സംരക്ഷണം നേടേണ്ടവർ തന്നെ അപായപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ കാര്യം, അംഗരക്ഷകർ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. അവരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധിയൊക്കെ. അങ്ങനെയാകുമ്പോൾ എന്താണ് ഈ ലോകത്തിലെ സുരക്ഷിതത്വം? എന്നാൽ ദൈവത്തിൻ്റെ ദൈവമേകുന്ന സംരക്ഷണം, അതാണ് അത്യുദാത്തമായത്, അതാണ് മാറിപ്പോകാത്തത്, അതാണ് മാറ്റമില്ലാത്തത്. അത് രാവും പകലുമുള്ളതാണ്. മറ്റതെല്ലാം അല്ലേ, ഒരു ഇതുണ്ട് ഓഫീസിലെ വളരെ മനോഹരമായ വ്യക്തി, ഇടപെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം വാച്ചറാണ്, നൈറ്റ് വാച്ച്മാനാണ്, സംരക്ഷകനാണ്, സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരു ദിവസം കാലത്തെ വരുമ്പോൾ അവിടുത്തെ മാനേജർ ഇങ്ങനെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം രാത്രിത്തെ ഡ്യൂട്ടിയൊക്കെ തീർന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുക. പക്ഷേ ഇദ്ദേഹത്തിന് ആ മാനേജറോട് ഒരു സ്പെഷ്യൽ കാര്യം പറയണം, കമ്പനി ഓണറിനോട്. അദ്ദേഹം ചെന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിക്കുന്നു, അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും യാത്രയുണ്ടോ, അത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രബോധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം അതൊക്കെ സ്വീകരിച്ചു, വളരെ മനോഹരമായി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് അടുത്തായിട്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് താങ്കളെ ഇനി ജോലിയിൽ തുടരാൻ സമ്മതിക്കത്തില്ല, കാരണം താങ്കളുടെ ദൗത്യം ശരിക്കും നിർവഹിച്ചില്ല. ഉറങ്ങിയത് കൊണ്ടല്ലേ സ്വപ്നം കണ്ടത്, ഉറങ്ങിയതുകൊണ്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ജോലി അദ്ദേഹം നിരസിക്കുക. പ്രതിഫലമൊക്കെ കൊടുക്കുന്നുണ്ട്, പാരിതോഷികമൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ജോലി നിർവഹിച്ചില്ല എന്നുള്ള ആ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ ജോലി നീക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൈവമോ രാവും പകലും നമ്മൾ സംരക്ഷിക്കുന്നത്, രാവും പകലും അവിടെ നമ്മുടെ സങ്കേതമാണ്. ഏതെങ്കിലും ക്ലിപ്ത സമയത്തേക്ക് മാത്രമല്ല, ഏതെങ്കിലും അത് ഈ ദാവീദ് പറയുന്നത്, അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിങ്ങൾ ശരണപ്പെടുന്നു എന്ന്. അതൊരു സ്പെഷ്യൽ ഇതാണ്. ചില സ്പെഷ്യൽ ഇവൻസിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സുരക്ഷിതമായിരിക്കണം അല്ലേ. ചില പ്രത്യേക പ്രകൃതിയും ക്ഷോഭങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ പ്രൊട്ടക്ഷനല്ല, നമ്മൾ കുറച്ചും കൂടെ സുരക്ഷിതത്വ മേഖലയിലേക്ക് അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ അത് നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ നമ്മളായിത്തീരുന്ന പോലെ ചില ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടുതൽ പ്രൊട്ടക്ഷൻ. പക്ഷേ എപ്പോഴും ഈ ദൈവം തന്നെ, സർവശക്തനായ ദൈവം നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സംരക്ഷകനാണെന്നുള്ള ആ ബോധ്യം, അതാണ് നമ്മുടെ വിശ്വാസമായിരിക്കേണ്ടത്. അല്ലാതെ ഉപകരണങ്ങളോ ആയുധങ്ങളിലോ ഒന്നുമില്ല നമ്മുടെ സംരക്ഷണം ആയിരിക്കേണ്ടത്. അതിലും നമ്മുടെ മനസ്സ് വെക്കരുത്, ഇത് നമ്മൾ സൂക്ഷിച്ചുകൊള്ളും, ഇത് നമ്മൾ ബലവത്തായതാണ്, ഇതാർക്കും തകർക്കാൻ പറ്റുകയില്ല. അതിൽ ടൈറ്റാനിക് കപ്പലിനൊക്കെ പറ്റിയത് ദൈവത്തിന് പോലും തകർക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിറങ്ങിയതാണ് ഒരു മഞ്ഞുകെട്ടിയുടെ മേൽ ഇടിച്ച് തകരുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. സർവശക്തനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, നിന്നെ ഞങ്ങളുടെ സങ്കേതമാക്കി, അവിടെ ഞങ്ങളുടെ ദൈവമായി, ഞങ്ങളുടെ കോട്ടയായി അപ്പോൾ ആ ജീവിത അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. അവിടുത്തെ കരങ്ങൾ മതിയായതാണ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ഏറെ മതിയായതാണ് അപ്പ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഒരു കോഴി തൻ്റെ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ, കഴുകൻ ചുറ്റിപ്പറന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിക്കുന്ന പോലെ അവിടുന്ന് സംരക്ഷിക്കുമെന്ന് തിരുവഴുത്തിലൂടെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പ. അവിടെ ഞങ്ങൾ കൂട്ടായുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുവാൻ ഞങ്ങളോട് പ്രാപ്തരാക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. എല്ലാം നന്മ നിറയ്ക്കണം, മഹത്വത്തോടെ മാത്രമുണ്ട്. പുതുപുത്തു ഒരു സാന്ദൈവത്തിനാമത്തിൽ തന്നെ ആമേൻ. സഖിയായി എന്നും അരികിലായണയും നീ സ്നേഹ
അകതാരിൽ